ഭാരമാണ് നിങ്ങൾക്കിപ്പോൾ ദോഷങ്ങൾ പോയിടുക കാരണം കാര്യങ്ങളെ സാരമായി കേട്ടേടവൻ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയ്ക്ക് സമീപമുള്ള കരുമാടി ഗ്രാമത്തിൽ ഭദ്രകാളി അമ്മാൻ ക്ഷേത്രം എന്ന പേരിൽ ഒരു പ്രാചീനവും വിശിഷ്ടവുമായ ക്ഷേത്രം നിലകൊള്ളുന്നു. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം അതിന്റെ ദിവ്യാനുഭവങ്ങളാലും സമൃദ്ധമായ പൈതൃകത്താലും വിശ്വാസികളുടെയും ചരിത്രപ്രേമികളുടെയും മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം കൈവരിച്ചിരിക്കുന്നു. ഇത് ഒരു ദൈവിക സാന്നിധ്യത്തിന്റെയും മറഞ്ഞ നിഗൂഢതകളുടെയും ലോകമാണ് ഇപ്പോഴും അതിന്റെ മുഴുവൻ കഥ പറയാനാകാതെ നിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഉദ്ഭവവും അതിന്റെ ചരിത്രവും അന്വേഷിക്കുന്നതിന്റെ ഭാഗമായ ഞാൻ കേരള സർക്കാർ ആർക്കൈവ്സിൽ സൂക്ഷിക്കപ്പെട്ട ചില രേഖകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തി. ഈ രേഖകൾ ക്ഷേത്രത്തിന്റെ ആധാരപരമായ കഥകളും അതിന്റെ പ്രാധാന്യവും പ്രാദേശിക സമൂഹത്തെ അതുകൊണ്ട് ഉണ്ടായ മാറ്റങ്ങളും വെളിപ്പെടുത്താമെന്ന പ്രതീക്ഷയുണ്ട്. ക്ഷേത്രത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ 82 വയസ്സുള്ള ശ്രീ രാജപ്പൻ പിള്ളയുടെ സഹായം തേടി. അദ്ദേഹം ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിന്റെയും വിശ്വാസങ്ങളുടെയും പൈതൃകത്തിന്റെയും ജീവിച്ചിരിക്കുന്ന ഒരു സ്മാരകമാണ്. തലമുറകളിലൂടെ കടന്നുവന്ന കഥകളും അനുഭവങ്ങളും പങ്കുവച്ച അദ്ദേഹം ആഴത്തിൽ മറഞ്ഞിരുന്ന ചരിത്രത്തിന്റെ മുഖം തുറന്നു പറഞ്ഞു. ഈ ദിവ്യസ്ഥലത്തിന്റെ പ്രാചീനതയും സാംസ്കാരികവും ആത്മീയമായ പ്രാധാന്യവും തിരിച്ചറിയാനായത് ഒരു അപൂർവ അനുഭവമായി. I am sitting with Mr. Rajapan Pilla. He was the court staff at District Court Alleppey. He is a very knowledgeable person, 82 years old, and he will describe in his own way the history of Karumadi Kavil Ambalam and Karumadi Kamapuratha Kshetram, Mahavishnu Kshetram. Let's hear from him the history of this temple. അതായത് ഈ കരിമാടി കാവിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നതും അമ്പലപ്പുഴ മൂടാമ്പാടിയിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നതും കരിമാടി കല്ലിമ്മി ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നതും 3 സഹോദരിമാരായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരിവിടെ വരാനുള്ള കാര്യം ശബരിമലയ്ക്ക് പോകുന്ന വഴി നിലയ്ക്കൽ എന്ന് പറഞ്ഞൊരു പ്രധാന സ്റ്റേജുണ്ട്. ആ സ്ഥലം ഒരു കാലത്തൊരു പട്ടണവും ആയിരുന്നു. അപ്പം ഈ ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്നതായ അയ്യപ്പൻ പന്തളത്ത് നിന്നും ശബരിമല പോകുന്ന സമയത്ത് ശാസ്താവിൽ ലയിക്കുന്ന സമയത്ത് ആ പ്രദേശമെല്ലാം വനമാകുന്നതിന് വേണ്ടി അവിടെ പ്രകൃതിയുടെ ഒരു ക്ഷോഭമുണ്ടായി. പ്രകൃതിക്ഷോഭമുണ്ടായി മലകളും കാടുകളും ഒക്കെ ആയിട്ട് രൂപാന്തരപ്പെട്ടു, ടൗണൊക്കെ പോയി. അപ്പോൾ അവിടുന്ന് ഉള്ള ആളുകൾ മുഴുവൻ പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്ത് വരുന്ന വഴി കുറേ പേര് മലയാലപ്പുഴ, കൊട്ടാരക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, തലവിടി, കരുമാടി, കൊല്ലം ഈ പ്രദേശത്തൊക്കെ ആയിട്ട് വന്ന് താമസിച്ചു. അപ്പോൾ അവിടുന്ന് അന്ന് ആ ക്ഷേത്രത്തിൻ്റെ അയ്യപ്പ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനെന്ന് പറയുന്നത് ആഴുവാഞ്ചേരി തമ്പ്രാക്കളായിരുന്നു. ആഴുവാഞ്ചേരി തൃശ്ശൂരാണ് ആഴുവാഞ്ചേരി ഇല്ലം. ആഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ ഭരണത്തിലാണ് അതൊക്കെ ഇരുന്നത്, രാജാക്കന്മാരവർ. അപ്പം ഇവരെല്ലാം പ്രതിഷേധം കൊണ്ട് ഓടിപ്പോന്നപ്പം അവരെല്ലാം ഓരോ രാജ്യത്തെ നാട്ടുരാജാക്കന്മാരെ ഏൽപ്പിച്ചു. അങ്ങനെ അമ്പലപ്പുഴ ശംഭുശ്ശേരി തമ്പുരാനെ ഏൽപ്പിച്ച കൂട്ടത്തിൽ ഉള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഭഗവതിമാർ 3 പേരും. അപ്പം അവർ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ചെറയകം എന്ന് പറഞ്ഞൊരു സ്ഥലം അപ്പുറത്തുണ്ട്, പനവേലിക്കളം. അവിടെയാണ് ഈ 3 ഭഗവതിമാരും വന്നിരുന്നത്. കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞിട്ട്, അത് പമ്പയാറിൻ്റെ തീരമാണ്, കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞ് അവർ തകഴിയിൽ വന്നു. തകഴി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് കുറേ കാലം ഇരുന്നു. അപ്പോൾ തകഴിയിൽ അയ്യപ്പ ക്ഷേത്രം വന്നു, ശാസ്താക്ഷേത്രം. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് ഇരിക്കാൻ പാടില്ല. അവിടുന്ന് പിന്നെയും ഗമിച്ചു. അങ്ങനെ ഗമിച്ചാണ് ഇവിടെ വന്ന് ഒരാൾ കല്ലുമ്മേലും ഒരാൾ കാവിലും. ഇത് കാവാണ്, സർപ്പക്കാവായിരുന്നു ആ സ്ഥലം. ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം സർപ്പത്തിനെയൊക്കെ ഇങ്ങോട്ട് മാറ്റി കാമരത്ത് ക്ഷേത്രത്തിലേക്ക്. എന്നിട്ട് അവിടെ മഹാരാജാവ് ക്ഷേത്രം പണിയിപ്പിച്ചാണ് അവിടെ ഇരുത്തിയത്. ഒരെണ്ണം മൂടാമ്പാടിലും പോയിരുന്നു. അതാണ് ഈ ഭഗവതിമാരുടെ ചരിത്രം. ശ്രീ ഹയഗ്രീവ ഉവാച കകാരൂപാ കല്യാണി കല്യാണഗുണശാലിനി കല്യാണശൈലനിലയാ കമനീയാ കലാവതി കമലാക്ഷി കൽമഷഗ്നി കരുണാമൃതസാഗര കദംബകാനനവാസ കദംബകുസുമപ്രിയ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എന്റെ യൂട്യൂബ് ചാനൽ ഡിവൈൻ നോവൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്താൽ പുരാണങ്ങളും സമ്പന്നമായ ഹിന്ദു കഥാക്ഷേമങ്ങളും ഉൾപ്പെടുന്ന അത്യന്തം ആകർഷകമായ എക്സ്ക്ലൂസീവ് സ്റ്റോറികൾ നിങ്ങൾക്ക് ലഭ്യമാകും. നമസ്കാരം.